ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ഭാഗം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 214 എന്നുള്ള ഒരു പേജ് മുതലാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ള കോൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്നാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈം നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യമില്ലാതെ വേറൊരു കാര്യം നമുക്ക് അതേ ടൈമിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ opportunity cost of any good is the most valuable alternative that must be sacrificed to obtain the inputs to produce the good. നമ്മൾ ഈ പ്രൊഡക്ഷൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എനി ഗുഡ്, അതായത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനി ഗുഡ്, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ആൾട്ടർനേറ്റീവ് ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈസ് ടു ഒബ്റ്റെയിൻ ദാറ്റ് ഇൻപുട്സ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്. ആ ഒരു ഗുഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാ ഗുഡിനെയും നമ്മൾ പറയുന്നതാണ് മോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദ മോസ്റ്റ് വാല്യുബിൾ ആൾട്ടർനേറ്റീവ് ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈസ് ടു ഒബ്റ്റെയിൻ ദ ഇൻപുട്സ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്. അപ്പോൾ നമ്മൾ എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത് അതിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ്? വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഇപ്പോൾ നമ്മളൊരു ഫാമറിൻ്റെ കേസ് എടുക്കുക. ഒരു കർഷകൻ, അദ്ദേഹം ഒരു ഗോതമ്പ് കൃഷിക്കാരനാണെന്ന് വിചാരിക്കുക. അദ്ദേഹം വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യാമായിരുന്നു? ഒരു റൈസും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു ടൈമിൽ അയാൾ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈസ് ആയിരിക്കും. കാരണം അയാൾക്ക് ബെസ്റ്റായിട്ട് വീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീറ്റിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനം വരുന്ന ഒരു പ്രൊഡക്റ്റാണ് റൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീറ്റിന് പകരം അയാൾക്ക് റൈസ് പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയാളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈസാണ്. ഓക്കെ, ലേബർ ക്യാൻ പ്രൊഡ്യൂസ് ചെയ്ത വാഷിംഗ് മെഷീൻ ഓർ റെഫ്രിജറേറ്റർ. ഒരു ലേബർ എടുക്കുന്ന തൊഴിലാളിക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കാം, അതേപോലെ റെഫ്രിജറേറ്റർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ വാഷിംഗ് മെഷീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിയമിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ വാഷിംഗ് മെഷീൻ ഈസ് ദ വാല്യൂ ഓഫ് റെഫ്രിജറേറ്റർ ദാറ്റ് ദ ലേബർ വുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്. ആ ഒരു വാഷിംഗ് മെഷീന് പകരം അയാൾക്ക് ഒരു റെഫ്രിജറേറ്റർ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ആ റെഫ്രിജറേറ്ററിൻ്റെ വാല്യൂ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അതിൽ നമുക്കൊരു വാല്യൂ കിട്ടുമായിരുന്നു. ആ വാല്യൂ ആണ് ശരിക്കും ഈ വാഷിംഗ് മെഷീൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. അപ്പോൾ എക്കണോമിക് തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കാർസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ. എല്ലാ റിസോഴ്സും എന്താണ്? ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ വാണ്ട്സ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള റിസോഴ്സ് സ്കാർസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻ്റലിജൻ്റ്ലി നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ എല്ലാത്തിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറിയുക എന്നുള്ളത് ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ചിലപ്പം കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള നമ്മൾ ഒഴിവാക്കിയിട്ട് വാല്യൂ കുറഞ്ഞതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ റിലേറ്റീവ് പ്രൈസ് ഓഫ് ഗുഡ്സ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് 2 കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. 2 മോട്ടോർ സൈക്കിളും അതേപോലെ തന്നെ ഒരു ട്രാക്ടറും സെയിം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെയിം ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, വൺ ക്യാൻ പ്രൊഡ്യൂസ് 2 മോട്ടോർ സൈക്കിൾ ആസ് വെൽ ആസ് 1 ട്രാക്ടർ വിത്ത് ദ സെയിം റിസോഴ്സസ്. ഓക്കെ, സെയിം റിസോഴ്സുകൾ ഉപയോഗിച്ച് 2 മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ട്രാക്ടർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ,
അതിന് ചില സമയം ഒരേപോലെ ചിലവാകുന്നുള്ളൂ, അതേപോലെ തന്നെ ഒരേ റിസോഴ്സേ ഒരേ ക്യാപിറ്റലേ ചിലവാകുന്നുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ പരസ്പരം കമ്പയർ ചെയ്യുക? അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക, 2 മോട്ടോർ സൈക്കിളിൻ്റെ വാല്യൂ ഈക്വൽ ടു വാല്യൂ ഓഫ് 1 ട്രാക്ടർ, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് 2 മോട്ടോർ സൈക്കിൾ. അല്ലേ, പ്രൈസ് ഓഫ് 2 മോട്ടോർ സൈക്കിൾ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എന്താണ് ട്രാക്ടർ ആയി. അപ്പോൾ നമുക്ക് വാല്യൂവിനെ നമുക്ക് എന്താ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളൊരു കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. ഓക്കെ, സങ്ക് കോസ്റ്റ് എന്താ? സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിങ്കിങ് എന്നുള്ള വാക്ക് നമുക്കറിയാം. എന്താണ് സിങ്കിങ് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നൊക്കെയാണ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് റിക്കവറബിൾ, അതായത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ കോസ്റ്റിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡെഫിനിഷൻ, സങ്ക് കോസ്റ്റ് റെഫേഴ്സ് ടു ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഹാസ് ബീൻ ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവർഡ്. നമുക്ക് ചിലവായ തുകയാണ്, പക്ഷേ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ തുകയ്ക്കാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഫേം പർച്ചേസ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ് ഡിസൈൻ ഫോർ എ പ്ലാന്റ്. ഒരു പ്ലാന്റിലേക്ക് ഒരു നിശ്ചിത സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് ഒരു കമ്പനി വാങ്ങുകയാണ് വിചാരിച്ചു. അപ്പോൾ ആ വാങ്ങുന്ന സമയത്ത് അത് ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറൊരു യൂസിന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സ്പെൻഡിച്ചർ ഓൺ ദ എക്യുപ്മെൻറ്റ് ഈസ് സങ്ക് കോസ്റ്റ്. ആ ഒരു എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ തുക നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇല്ല. ഇതിനെന്താണ് ആൾട്ടർനേറ്റീവ് യൂസ് ഇല്ലല്ലോ. ഒരു കാര്യത്തിന് ഒരു സംഗതി മാത്രമേ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആൾട്ടർനേറ്റീവ് യൂസ് ഇല്ല. അതുകൊണ്ട് അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സങ്ക് കോസ്റ്റ് എന്നുള്ള കാര്യം നമ്മൾ ഈ ഫേമിന് സാധാരണ കോസ്റ്റിനെ കണക്കാക്കുന്ന സമയത്ത് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി അടുത്തൊരു കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കോസ്റ്റ്. എന്താണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റിൽ നമ്മളൊരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ചിലവായ തുകയ്ക്കാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട വേറൊരു കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. എന്താ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ടൈമിൽ നമുക്കത് മാറ്റി വിൽക്കുകയാണ്. അപ്പോൾ നമുക്കതിൽ നിന്നും കിട്ടുന്ന, അല്ലെങ്കിൽ അപ്പം വരുന്ന ഒരു കോസ്റ്റിനെയാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സിസ്റ്റിംഗ് അസറ്റ് നമ്മളത് റീപ്ലേസ് ചെയ്യാണ് വേറൊരു കാര്യം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ചിലവാകുന്ന കോസ്റ്റിനെയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2018 നമ്മളൊരു കാര്യം പർച്ചേസ് ചെയ്തു, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ആ അസറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് അതിന് നമ്മളൊരു 100 ലക്ഷം രൂപ നമ്മളെടുത്ത് ചിലവായി എന്ന് വിചാരിച്ചു. 100 ലക്ഷം രൂപ നമുക്ക് ചിലവായി, അല്ലെങ്കിൽ 1 മില്യൺ റുപ്പീസ്, 100 ലക്ഷം രൂപ നമുക്ക് ചിലവായി. ഇനി 2021 ആകുമ്പോഴേക്ക് ആ ഒരു അസറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകുന്നത് ഒരു 90 ലക്ഷമാണ് കരുതുക. ഓക്കെ, 90 ലക്ഷമാണ് ഇരിക്കുക. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്താണ് ഇവിടെ? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കുറയാണ് ചെയ്യുന്നത്, അല്ലേ? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കുറയാണ് 2018 2021 ആകുമ്പോഴേക്ക് ചെയ്തത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്താണ്? ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവണോ ഡിക്രീസ് ആണോ ചെയ്തത്? വാല്യൂ ഡിക്രീസ് ആവുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ 2018 നമുക്ക് 100 ലക്ഷത്തിന് ഉണ്ടായിരുന്ന ആ ഒരു അസറ്റ് 2021 നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ 90 ലക്ഷം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു അസറ്റിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്? അത് ഡിക്രീസ് ആവുന്നുണ്ട്. എന്നാൽ ഒരു സാധനത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നതാണെങ്കിൽ അപ്പം നമുക്ക് എന്താവും? ഈ ഒരു റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ 110 ലക്ഷമൊക്കെ ആവുക, അല്ലെങ്കിൽ 120 ആവുക. അപ്പം ഒരു വാല്യൂ ഇൻക്രീസ് ആവണമെങ്കിൽ എന്താവും? റീപ്ലേസ്മെൻറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെക്കാട്ടും കൂടുതലാവണം. വാല്യൂ ഡിക്രീസ് ആവുക, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെക്കാട്ടും കുറയുന്ന സമയത്താണ്. ഓക്കെ,
നമുക്ക് അടുത്ത് പറയാനുള്ളത് ഫിക്സ്ഡ് കോസ്റ്റ്. എന്താ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥാക്കുന്ന പോലെ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ദോസ് കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് വേരി വിത്ത് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ട് എത്ര ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും മാറ്റിക്കഴിഞ്ഞാലും ആ ഒരു കോസ്റ്റ് മാറില്ല. അങ്ങനത്തെ കോസ്റ്റിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മളെന്താകുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് എടുക്കുന്നു, ഇവിടെ ഈ ആക്സിസിൽ കോസ്റ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോസ്റ്റ്, മാറാത്ത കോസ്റ്റ് കിട്ടുന്നു. അതിനാണ് TFC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇങ്ങനെ ഇൻക്രീസ് ആക്കുന്നത്, നമ്മളിങ്ങനെ ഇൻക്രീസ് ആവുന്നത്, പക്ഷേ ഇൻക്രീസ് ആവുകയൊക്കെ ഈ കോസ്റ്റ് മാറില്ല, ഒരു നിശ്ചിത അളവ് തന്നെ തുടങ്ങുന്നു. ഈ ഇത് സീറോ ആണ്. ഒറ്റ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാത്ത ടൈമിൽ പോലും ഈ ഒരു കോസ്റ്റ് ഇവിടെ ഇൻകർ ചെയ്യുന്നു. ഒറ്റ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ആ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനത്തെ കോസ്റ്റിനാണ്, മാറാത്ത കോസ്റ്റിനാണ്. ഒറ്റ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലൊക്കെ ആ കോസ്റ്റ് മാറില്ല. അങ്ങനത്തെ കോസ്റ്റിനാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ സ്ലോപ്പ് എന്താണ്? ഇതിൻ്റെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് 0 ആണ്. ഇത് ഒരു ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് 0 ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്. ഇനി ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണങ്ങൾ? ഒന്ന്, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ പറയുന്ന സാധനത്തിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് നിശ്ചയമായിട്ട് എന്തായാലും അടക്കേണ്ടി വരും, അത് മാറ്റില്ല. പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ്. ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന, നമ്മൾ ലാഭം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിൽ ഒക്കെ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ്, പ്രോപ്പർട്ടിയുടെ ടാക്സ്. അതേപോലെ തന്നെ മെയിൻ്റനൻസ് ചാർജ്, റെൻറ്റ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇതൊക്കെ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റാണ്. ഇത് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മുന്നിട്ടുള്ള ഗമനമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിന് ഡേ ടു ഡേ ബേസിസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് എന്താണ്? ഫിക്സ്ഡ് ആണ് ഷോർട്ട് റണ്ണിൽ, പക്ഷേ ലോങ് റണ്ണിൽ അത് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത കോസ്റ്റാണ് സപ്ലിമെൻ്ററി കോസ്റ്റ്. സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Supplementary cost is equal to supplementary cost. Cost is equal to fixed cost minus administrative cost ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് കംപ്രൈസ് ദ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് എ ഫുൾ എക്സെപ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫിക്സ്ഡ് കോസ്റ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അങ്ങ് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റിനെയാണ് സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാനുള്ളതാണ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി പറഞ്ഞു, ഇനി നമ്മൾ പറയാനുള്ളതാണ് വേരിയബിൾ കോസ്റ്റ്. ആ വാക്ക് അർത്ഥാക്കുന്ന പോലെ തന്നെ എന്താണ്? വേരി ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടൈമിനനുസരിച്ച് വേരി ചെയ്യും. ടൈം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താവും? ഇത് വേരി ചെയ്യും. അതേപോലെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യും. അങ്ങനത്തെ കോസ്റ്റിനെയാണെന്ത്? ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. വേരിയബിൾ കോസ്റ്റ് ഓഫ് എ ഫേം ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ആർ വേരി ആസ് ഔട്ട്പുട്ട് ചേഞ്ചസ്. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് എന്താവും? ആ ഒരു കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് നമ്മൾ കാലം കഴിയും തോറും നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്താക്കണം? വേരിയബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. വേരിയബിൾ റിസോഴ്സ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് കാരണമായിട്ട് നമ്മുടെ കോസ്റ്റും അതിനനുസരിച്ച് കൂടും. കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, അപ്പം കൂടുതൽ മെറ്റീരിയൽസ് നമുക്ക് അല്ലെങ്കിൽ റിസോഴ്സ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതേ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ആവും. വേരിയബിൾ കോസ്റ്റ് ഈസ് ഇൻക്രീസിങ് അല്ലേ? വേരിയബിൾ കോസ്റ്റ് എന്താവും? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ ആക്സിസ് എടുത്തു, എക്സ് ആക്സിസ് എടുത്തു. ഈ എക്സ് ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച്. ഇന്ന് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക അല്ലേ? ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുക്കുക വേരിയബിൾ കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് ഈ ഒരു ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് വേരിയബിൾ കോസ്റ്റാണ്.
അപ്പം നമ്മളുടെ ഔട്ട്പുട്ട് ഇങ്ങനെ ഇൻക്രീസ് ആകുമ്പോൾ എങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് മാറുന്നത്? അത് റിവേഴ്സ് എസ് ഷേപ്പിലാണ് മാറുക. ആദ്യം ഇങ്ങനെ ഇൻക്രീസ് ആവും, പിന്നെ ഇങ്ങനെ കുറച്ച് ഡിക്രീസ് ആവും, പിന്നീട് വീണ്ടും ഇൻക്രീസ് ആവും. ഇങ്ങനെയാണ് ഈ വേരിയബിൾ കോസ്റ്റ് മാറുക. TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കാണിച്ചത് ഇങ്ങനെയായിരുന്നു അല്ലേ? TFC കാണിച്ചത് ഇങ്ങനെയായിരുന്നു. TVC എങ്ങനെയായിരിക്കും ഉണ്ടാവുക? TVC ഇങ്ങനെ എസ് ഷേപ്പ്, റിവേഴ്സ് എസ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ഇനി വേരിയബിൾ കോസ്റ്റിന് ഉദാഹരണം എന്തൊക്കെയാണ്? വേരിയബിൾ കോസ്റ്റിന് ഉദാഹരണം ഒന്നാമത്തത് വേജസ് അല്ലേ? പലതരത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന, പ്രൊഡ്യൂസർ കൊടുക്കേണ്ടി വരുന്ന കൂലി അല്ലേ? തൊഴിലാളികൾ കൊടുക്കേണ്ട കൂലി. പിന്നെ പേയ്മെൻറ്റ്സ് ഫോർ റോ മെറ്റീരിയൽസ് നമ്മൾ എന്താവും? പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും സമയത്ത് നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽസ് ഉണ്ടാകുമ്പോൾ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതൽ ചിലവാകും. അതെന്താണ്? വേരിയബിൾ കോസ്റ്റാണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനുള്ള വേരിയബിൾ കോസ്റ്റാണ്. അതേപോലെ പവർ അല്ലെ, ഇലക്ട്രിസിറ്റി നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി ചിലവാകുന്ന കോസ്റ്റൊക്കെ വേരിയബിൾ കോസ്റ്റാണ്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റ് എന്താണ്? വേരിയബിൾ കോസ്റ്റാണ്. അതേപോലെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നത് വേരിയബിൾ കോസ്റ്റാണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കോസ്റ്റുകൾ എന്താകുന്നുണ്ട് ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഇനത്തിലും ഒരു പ്രൊഡ്യൂസർ ചിലവാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള കോസ്റ്റാണ് പ്രൈം കോസ്റ്റ്. ഓക്കെ, പ്രൈം കോസ്റ്റ് എന്താ? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് ആർ ഇൻക്ലൂസീവ് ഓഫ് ഓൾ കോസ്റ്റ് ദാറ്റ് ആർ വേരി വിത്ത് ഔട്ട്പുട്ട് ആൻഡ് വിച്ച് വുഡ് നോട്ട് ഹാവ് ടു ബി ഇൻകർഡ് ഇഫ് ദ ഫേം ഹാഡ് ടു ക്ലോസ് ഡൗൺ ടെമ്പററി. ഓക്കെ, എല്ലാ തരത്തിലുള്ള വേരിയബിൾ കോസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കോസ്റ്റും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റും അതിൽ ഉൾപ്പെടുന്നു. ദാറ്റ് വിച്ച് വുഡ് നോട്ട് ഹാവ് ബി ഇൻകർഡ് ഇഫ് ദ ഫേം ഹാഡ് ടു ക്ലോസ് ഡൗൺ ടെമ്പററി. അപ്പോൾ ടെമ്പററി ആയിട്ട് അതങ്ങ് ക്ലോസ് ആക്കുക, ആ ബിസിനസ് സ്ഥാപനം അങ്ങ് പൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് ആ കോസ്റ്റ് വരുന്നില്ല. അങ്ങനത്തെ കോസ്റ്റിനാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദിസ് വേരിയബിൾ കോസ്റ്റ് ഓഫ് എ ഫേം ടുഗദർ വിത്ത് ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആർ നോൺ ആസ് പ്രൈം കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിൽ വേരി വിത്ത് മീഡിയം ടൈം ആൻഡ് ലോങ് ടൈം. അപ്പം ഈ ഒരു വേരി ചെയ്യുന്ന പ്രധാനപ്പെട്ട കോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലേ? അപ്പോൾ കോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് സ്ഥാപനം ക്ലോസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു സാധനം നമ്മൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയബിൾ കോസ്റ്റും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും നമുക്ക് ആവില്ല. ആകെ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ നമ്മൾ ചിലവാക്കി വരുള്ളൂ. അങ്ങനത്തെ കോസ്റ്റിനാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രൈം കോസ്റ്റിൽ ഉൾപ്പെടുന്നത്? പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോസ്റ്റ് എന്നുള്ള ഭാഗം നമ്മൾ ഈ ഒരു ഭാഗം കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്നുള്ള ഭാഗം നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്നുള്ള ഭാഗമാണ്. അത് നമ്മൾ ടോട്ടൽ കോസ്റ്റ്, ഏവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ABC അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അത് വ്യത്യസ്ത തരത്തിലുള്ള അതിൻ്റെ ഗ്രാഫുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം കുറച്ച് പ്രോബ്ലവും ചെയ്താൽ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണാം. ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ